ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു DIY ആണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹാൻഡ് മെയ്ഡ് പേഴ്സാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് ക്യാൻവാസിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. ഓൾറെഡി ഞാൻ 2-3 വർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ പ്ലാസ്റ്റിക് ക്യാൻവാസിൽ എങ്ങനെയാണ് പെട്ടെന്നൊരു ഹാൻഡ് മെയ്ഡ് പേഴ്സ്, അപ്പം അത്യാവശ്യം ഒരു A4 സൈസിൻ്റെ തന്നെയായിരിക്കും ഈ പ്ലാസ്റ്റിക് ക്യാൻവാസ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൽ ഞാൻ ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലൊന്ന് ലൈനിങ് ഇതുപോലെ കൊടുക്കുന്നുണ്ട്. സാധാരണ ഇങ്ങനത്തെ വർക്ക് ചെയ്യുമ്പോൾ പരമാവധി ഫെവി ബോണ്ട് എന്നുള്ള പശ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഫാബ്രിക്സ് മാത്രമേ സ്റ്റിക്ക് ആവത്തുള്ളൂ. ഇതിൽ പ്ലാസ്റ്റിക്കും കൂടി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഫെവി ബോണ്ട് തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് നേരത്തെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഇതുപോലെ പകുതിക്ക് വെച്ചൊന്ന് ഫോൾഡ് ചെയ്തിട്ട് പകുതി മുക്കാലും കൂടുതൽ ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈഡ് ഭാഗത്തിൽ ഓൾറെഡി ഹോളുകൾ ഉള്ളതുകൊണ്ട് കൂടുതലൊന്നും മെനക്കെടേണ്ട, നമുക്കിതിലോട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കയറ്റി ഇറക്കിയാൽ മതി. എക്സാക്റ്റ് ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു DIY പേഴ്സാണ്. ഞാൻ കംപ്ലീറ്റ് ആയിട്ടൊരു ബാഗ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൽ ഡിസൈൻ ചെയ്യുന്നത്, ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ അതും കൂടി ഒന്ന് പോയി കാണുക, അപ്പം കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ എല്ലാ വീഡിയോസിലും നമുക്കിത് തുടക്കം തൊട്ട് കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും അത് കൊടുത്തേക്കാം. ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് 2 സൈഡിലും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിത് സിംപ്ലി തുണിയിലാണ് ചെയ്യുന്നതെങ്കിൽ 2 സൈഡിൽ 4 അടി അടിച്ചാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിലും ചെയ്യാനുള്ളത്. ഇനി നമുക്കിതിലൊരു പ്രസ് ബട്ടൺ അല്ലെങ്കിൽ വെൽക്രോ എന്ത് വേണേലും ചെയ്യാം. അപ്പോൾ പ്രസ് ബട്ടനാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. സോ അതിന് മുന്നേ ഇതുപോലെ ഇതിൻ്റെ ആ ബോർഡേഴ്സ് ഒന്ന് കവർ ചെയ്യത്തക്ക രീതിയിൽ ഞാൻ ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ലേസ് ഇല്ലെങ്കിലും സാരമില്ല, നമുക്ക് ആ ഒരു ബോർഡർ ഏത് കളർ വെച്ചാണോ ഫില്ല് ചെയ്യുന്നത് അത് വെച്ച് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് 4 സൈഡും തുന്നി എടുത്താൽ മതി. അപ്പോൾ എൻ്റെ കയ്യിൽ ആ ഒരു മെറൂൺ കളർ തീർന്നു പോയതുകൊണ്ട് അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണെന്ന് നമുക്ക് ലേസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ലേസ് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഫെവി ബോണ്ട് പശ തന്നെയാണ് യൂസ് ചെയ്യുക, എന്നാലേ അത് സെക്യൂറായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ പ്രസ് ബട്ടണൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയും ഫ്രണ്ട് ഭാഗം കൂടി ഞാൻ ലേസ് വെച്ചൊന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്. ലേസ് വെച്ച് ഹൈഡ് ചെയ്യുക മീൻസ് ആ ഒരു അണീവൻ ഭാഗത്തുനിന്ന് ഹൈഡ് ചെയ്തിട്ട് അവിടെയും പ്രസ് ബട്ടൺ വെച്ച ആ സെൻറ്ററിലും ഒരു പഴയ ഏതൊരു ഡ്രസ്സിൻ്റെ എന്തിൻ്റെ ഒരു ഭാഗമായിരുന്നു അത്, ഒരു ബട്ടൺ പോലെ ഇരിക്കുന്നത്, അത് ഇടയ്ക്ക് ഇതിൽ ഒട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സാധനം. അപ്പോൾ ഇതിൽ എഴുതിയേക്കുന്ന പേര് എൻ്റെ അമ്മയുടെ പേരാണ്. അമ്മയുടെ കയ്യിൽ തന്നെ കേട്ടോ ഞാൻ ലാസ്റ്റ് ഇതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. സൈഡ് തൂക്കിയിട്ടേക്കുന്നത് ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ്. ഇത് ഞാൻ ഒരുപാട് വീഡിയോസിൽ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അത് നേരത്തെ മറ്റേതോ ഒരു ക്രാഫ്റ്റിന് വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ അത് ഇതിലോട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ഈ ഒരു ഹാൻഡ് മെയ്ഡ് DIY പ്ലാസ്റ്റിക് ക്യാൻവാസ് പേഴ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ബെൽ നോട്ടിഫിക്കേഷനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക, എന്നാൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് പെട്ടെന്ന് ഫസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റൂ. ഇതിനകത്ത് ഇഷ്ടമുള്ള പൈസ വയ്ക്കുക, മൊബൈൽ വയ്ക്കുക, അത്യാവശ്യം വലുപ്പമുണ്ട്, കോസ്മെറ്റിക് സാധനം എന്ത് വേണേലും വയ്ക്കാം. അപ്പോൾ ഇന്നത്തെ വർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.